ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വബിൽ ഫായിസീന ബിറിദല്ലാഹ് അയ്യുഹന്നാസ് തഖുല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നാട്ടിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാകുമ്പോൾ നാട്ടുകാരൊക്കെ കയ്യും മെയ്യും മറന്ന് ആ സ്ഥാപനത്തെ സഹായിക്കും. ആ സ്ഥാപനത്തിന് ആവശ്യമുള്ളതൊക്കെ നാട്ടുകാർ അവർക്ക് നൽകും. പലപ്പോഴും ആ സ്ഥാപനങ്ങൾ നാട്ടുകാർക്കൊന്നും തിരിച്ചു കൊടുക്കാറില്ല. അവിടെ ആരൊക്കെയോ വന്ന് പഠിച്ച് ആരൊക്കെയോ എന്തൊക്കെയോ ആയി അവർ പോകും. ഇവിടെ ഈ സ്ഥാപനം അതിന് വെള്ളവും വളവും നൽകി വളർത്തുന്ന നാട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വണ്ടൂർ ഈ കുന്നിൻ്റെ മുകളിലിരിക്കുന്ന ഈ ആളുകൾക്ക് വേണ്ടി എന്തിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഒരു ചരിത്രത്തിൻ്റെ പാഠങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കണം? എന്തിന് പ്രബുദ്ധമായ ചില ആളുകൾ അത് കേൾക്കുവാൻ വേണ്ടി ഇവിടെ വന്നിരിക്കണം? ഇത് പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്. ചരിത്രം എന്ന് പറയുന്നത് മുന്നോട്ടുള്ള നമ്മുടെ സഞ്ചാരത്തിന് ഊർജം നൽകുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് നിങ്ങളോട് സംസാരിച്ചു. അതോടൊപ്പം തന്നെ ലോകത്തിലെ മനുഷ്യർക്ക് വെളിച്ചമായി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ, അതിൻ്റെ ഏറ്റവും കൂടുതൽ പേജുകളും അക്ഷരങ്ങളും ഉപയോഗിച്ചത് ചരിത്രം പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മനുഷ്യനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ ഈ ലോകത്ത് സാധിക്കുന്ന ഏറ്റവും നല്ല മാർഗം ചരിത്രത്തിൻ്റെ പഠനമാണ് എന്നും ഒരു വിശ്വാസി സംശയമില്ലാതെ മനസ്സിലാക്കുന്നുണ്ട്. ചരിത്രങ്ങൾ നമുക്ക് പാഠമാകുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ, ഞാൻ എൻ്റെ ഒരു വിഷയം എന്നത് പ്രത്യേകിച്ച് പറയാനൊന്നും ഏൽപ്പിച്ചിട്ടില്ല. ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിലെ ഒരു ആശംസകനായിട്ടാണ് സത്യത്തിൽ ക്ഷണിക്കപ്പെട്ടത്. അതിങ്ങനെ നീണ്ട് അവസാനത്തെ ആളായി മാറിയതാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനില്ല. എങ്കിലും നമ്മുടെ മുമ്പിൽ നമ്മുടെ ചിന്തയിലുള്ള ഒരു വിഷയത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് പുറത്തു പോകാതെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലേക്ക് കടക്കും മുമ്പ് വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിലെ ഒരു ആയത്ത് അങ്ങനെ ഓതാൻ എൻ്റെ ഓർമ്മയിലില്ല. ഞാനതിൻ്റെ ആശയം നിങ്ങളോട് പറയാം. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു നാട്ടുകാർക്ക് അവൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ മലർക്കെ തുറന്നിട്ട് കൊടുത്തു. അവൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ ആ ഗ്രാമത്തിലെ ആളുകൾക്ക്, ആ നാട്ടുകാർക്ക് അല്ലാഹു തആല മലർക്കെ തുറന്നിട്ട് കൊടുത്തു. എല്ലാ ഭാഗത്തു നിന്നും ഐശ്വര്യങ്ങൾ അവരെ തേടി വന്നു. ആ നാട്ടിലെ ആളുകളൊക്കെ ധന്യരായി. എല്ലാവരും നല്ല ഐശ്വര്യപൂർണമായ ജീവിതത്തിൻ്റെ ആളുകളായി മാറി. ഇങ്ങനെ ആയി മാറിയപ്പോൾ അവർ അള്ളാഹുവിനെ മറന്നു. അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന്റെ വലിപ്പത്തെ അവർ മറന്നു. ആ അനുഗ്രഹം തങ്ങൾക്ക് നൽകിയ ദാതാവായ പടച്ച തമ്പുരാനെ കുറിച്ച് അവർ മറന്നു. തങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദി കേടുകൊണ്ട് പകരം ചെയ്തു. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നതിന് പകരം അവർ നന്ദി കേടുകൊണ്ട് അള്ളാഹുവിനോട് പകരം ചെയ്തു. അങ്ങനെ വന്നപ്പോ ആ നാട്ടുകാരെ അള്ളാഹു തആല പിടികൂടി. പരലോകത്തല്ല, ഈ ദുന്യാവിൽ വെച്ച് പിടികൂടിയ കഥ. അള്ളാഹു അവർക്ക് രണ്ട് ശിക്ഷയാണ് കൊടുത്തത്. ഒന്ന്, അള്ളാഹു അവർക്ക് കൊടുത്തത് ദാരിദ്ര്യം. രണ്ടാമത്തേത്, അള്ളാഹു അവർക്ക് കൊടുത്തത് ഭയം, പേടി. ദാരിദ്ര്യവും ഭയവും, ദാരിദ്ര്യത്തിൻ്റെയും ഭയത്തിൻ്റെയും വസ്ത്രങ്ങൾ കൊണ്ട് അള്ളാഹു ആ നാട്ടുകാരെ മൂടിയതാണ്. ഇത് കഴിഞ്ഞു പോയ ഒരു കാലഘട്ടത്തിൻ്റെ ഏതോ ഒരു നാട്ടുകാരുടെ, പേര് പറഞ്ഞിട്ടില്ലാത്ത ഒരു നാട്ടുകാർക്ക് ഈ ലോകത്തുണ്ടായ ഒരു സംഭവത്തിൻ്റെ ചരിത്രത്തിൻ്റെ പാഠമാണ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. ഈ ആയത്ത് പഠിച്ചപ്പോൾ ഞാനൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്നു, എന്തായാലും ഇനിയിപ്പോൾ നമ്മളെ നാട്ടിലുള്ള ആൾക്കാരെ പട്ടിണി കൊണ്ട് പരീക്ഷിക്കാൻ പടച്ചോന് കഴിയില്ല. കാരണം ഇവിടെ ഒരു കുടുംബം പട്ടിണിയാകുമ്പോഴേക്ക് ആ കുടുംബത്തിനെ സഹായിക്കാൻ നാനാഭാഗത്തു നിന്നും ആളുകൾ വരികയാണ്. കഴിഞ്ഞ റമദാനിലെ ഒരു വീട്ടിലേക്ക് ഒരു സഹായത്തിന്റെ കിറ്റുമായിട്ട് ആ വീടിന്റെ വാതിൽ കൊട്ടിയപ്പോൾ ആ വീടിന്റെ ഉള്ളിൽ നിന്ന് കേട്ടൊരു ശബ്ദം എന്താ അറിയോ? പടച്ചോനെ ഇതൊക്കെ പാടെ എവിടെയാണ് കൊണ്ടുപോയിട്ട് വെക്കുക?
കാരണം ആ വീട്ടിന്റെ അടുക്കളയിലെ മഞ്ച ഈ പാവപ്പെട്ടവർക്ക് കൊടുത്ത സഹായം കൊണ്ട് അത് നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഇനിയിപ്പൊ നമ്മുടെ നാട്ടിലൊന്നും പട്ടിണി എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടാവൂല. കാരണം ആളുകളുടെ കയ്യിലൊക്കെ ഇഷ്ടംപോലെ പണം, ദാരിദ്ര്യം എന്താണ് എന്നറിയാത്ത വിധം പണത്തിന്റെ ഒരു വലിയ ഒരു കൊടുമുടിയിൽ ആളുകൾ ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. അതുകൊണ്ട് ഇനി നമ്മുടെ നാട്ടിൽ എന്തായാലും പട്ടിണി ഉണ്ടാവൂല എന്ന് ഞാനൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾക്ക് മാറ്റമില്ല, അള്ളാഹുവിന്റെ ചര്യകൾക്ക് മാറ്റമില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നത് സത്യമാണ് എന്ന് ബോധ്യമായ ഒരായത്തും അതിന്റെ വിശദീകരണവുമാണിത്. ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ പണത്തിനൊരു പഞ്ഞമല്ല. കൊട്ടാര സമാനമായ വീടുകൾ, വില പിടിച്ച കാറുകൾ, വീടിന്റെ മുറ്റങ്ങളൊക്കെ ലക്ഷങ്ങൾ കൊണ്ട് ലാൻഡ്സ്കേപ്പിംഗ് നടത്തി മനോഹരമായ വളപ്പുകളിൽ പാർക്കുന്ന ആളുകളും ഞാൻ മനസ്സിലാക്കുന്നു പട്ടിണി കിടന്നുകൊണ്ടാണ് കിടന്നുറങ്ങുന്നത്. കടലാസിന്റെ കട്ടിയുള്ള 2 ചപ്പാത്തി, ചായയാണോ കാപ്പിയാണോ എന്ന് പറയാൻ പറ്റൂല, ചാപ്പി എന്ന് പറയുന്ന ഒരു ചുടുവെള്ളം, ഒരു കലക്കവെള്ളം. ആ കലക്കവെള്ളത്തിൽ ഈ കടലാസിന്റെ കട്ടിയുള്ള ചപ്പാത്തി ഇങ്ങനെ 2 മുക്കി തിന്നിട്ട് ദയനീയമായിട്ടിരിക്കുകയാണ് നമ്മുടെ കാക്ക. ഈ കാക്ക ആരാന്നറിയോ? നല്ലപ്പം കാലത്ത് അങ്ങാടിക്ക് ഇറങ്ങിയാലേ 10 പൊറാട്ടി 3 ബീഫും പാടെ കൂട്ടിക്കൊഴിച്ച് തിന്നീന കാക്കയാണ്. ആ കാക്കയാണ് ഇപ്പൊ ഈ കടലാസ് കട്ടിയിലുള്ള 2 ചപ്പാത്തി തിന്നിട്ട് വയറ്റിലേക്ക് എന്തെങ്കിലും ഇറങ്ങിപ്പോയിട്ടുണ്ടോ എന്ന് പോലും അറിയാതെ ദയനീയമായിട്ട് ഭാര്യന്റെ മുഖത്തേക്ക് നോക്കുക. അപ്പൊ ഭാര്യ ദേഷ്യത്തോടെ എണീറ്റ് പോയിക്കോളൂ നിങ്ങള്, അല്ലെങ്കിൽ തന്നെ ഡോക്ടർ പറഞ്ഞിട്ട് കനം കൂടുന്നുണ്ട്, ആർക്കങ്ങളെ താങ്ങി നീപ്പിച്ചാൻ കഴിയുക, അതുകൊണ്ട് മര്യാദക്ക് പോയി കടന്നോളി. ആ സാധു വിശപ്പ് കൊണ്ടുപോയി കിടക്കുക. അയാളുടെ അടുക്കളയുടെ ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തെത്താൻ ഓട്ടോറിക്ഷ വിളിക്കണം, അത്ര വലിപ്പമുള്ള അടുക്കളയാ. ആ വീട്ടിലെ പണിക്കാർ, ഭക്ഷണം ഉണ്ടാക്കാൻ ഒരുപാട് ആൾക്കാർ, അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അടുക്കളയിലെ ഫ്രീസറിലും ഫ്രിഡ്ജിലും ഭക്ഷണ സാധനങ്ങൾ കുന്നുകൂടി കിടക്കുക. പക്ഷേ പട്ടിണി കിടന്നുകൊണ്ട് നേരം വെളുപ്പിക്കേണ്ട അവസ്ഥ ആ സാധുവിനുണ്ടായി അല്ലേ? പട്ടിണി കൊണ്ട് മനുഷ്യൻ എന്നെ പരീക്ഷിക്കൂല എന്ന് പറയാൻ പറ്റും. ഞാനിപ്പോ ഇന്ന് വണ്ടൂർ അങ്ങാടിയിൽ ഇറങ്ങിയപ്പോഴേ ഒരു കാലിച്ചായ കുടിക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായി. കാരണം ഞാനൊരു നേരല്ലാത്ത നേരത്തുനിന്ന് ഓടി വരികയാണ്. കാലിച്ചായ കുടിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറുന്നതിന് മുമ്പ് ഞാൻ വെറുതെ കീശയിലും തപ്പി. പണ്ട് തപ്പല്ല, ഇപ്പൊ ഒന്ന് തപ്പിയപ്പോ കണ്ടങ്ങള് 1 2000 നോട്ടും 1 പഴയ 500 നോട്ടും. സത്യത്തിൽ കാലിച്ചായ കുടിക്കാൻ ഗതിയില്ലാത്തവനായിട്ടാണ് ഇന്ന് ഞാൻ വണ്ടൂർ അങ്ങാടിയിൽ വന്നിറങ്ങിയേ. സത്യല്ലേ? സത്യമായിട്ടും അല്ലേ? സത്യം തന്നെയാണ്. അപ്പോ വിശപ്പ് കൊണ്ട് അല്ലാഹു തആല ആ നാട്ടുകാരെ ശിക്ഷിച്ചു എന്ന ആ ചരിത്രത്തിന്റെ പാഠം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എത്ര മനോഹരമായിട്ടാണ് നമ്മൾ കാണുകയാണ്. രണ്ടാമത്തേത് ഭയം, പേടി. എന്തിനും പേടിയല്ലേ? 1000-ന്റെയും 500-ന്റെയും നോട്ട് നമ്മുടെ ഗവൺമെന്റ് നിരോധിച്ചപ്പോഴേക്ക് നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഹൃദയസ്തംഭനം കൂടി, ഹൃദയത്തിന്റെ മിടിപ്പ് കൂടി, ആകപ്പാടെ ബേജാറായി, കണ്ണൊക്കെ നിലയിലായി. നിങ്ങൾക്കറിയോ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തി സംസ്ഥാനങ്ങളിൽ, കാശ്മീർ അടക്കമുള്ള അതിർത്തി സംസ്ഥാനങ്ങളിൽ എത്രയോ പ്രാവശ്യം ഗവൺമെന്റിന്റെ അനൗൺസ്മെന്റുകൾ ഉണ്ടായി, എല്ലാവരും വീട് വിട്ടു പോണം. കാരണം അപ്പുറത്ത് ശത്രു രാജ്യത്തിന്റെ സൈനിക കേന്ദ്രങ്ങളിൽ ഈ ഗ്രാമത്തിന് നേരെ മിസൈലുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഏത് സമയത്തും ആ മിസൈലുകൾ ഈ ഗ്രാമത്തിലേക്ക് വന്ന് വീണേക്കാം. അതുകൊണ്ട് കയ്യിൽ കിട്ടിയ കൈക്കുഞ്ഞുങ്ങളുമായി നാട് വിട്ടോളണം എന്ന ഗവൺമെന്റിന്റെ, പോലീസിന്റെ, പട്ടാളത്തിന്റെ, സൈന്യത്തിന്റെ മുന്നറിയിപ്പ് ഉണ്ടായപ്പോ മാറത്ത് കൂട്ടിപ്പിടിച്ച മക്കളുമായി, ഉടുത്ത ഒറ്റത്തുണിയുമായി നാട് വിട്ടു പോരേണ്ടി വന്ന എത്രയോ ഗ്രാമങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട്. ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ ശേഷം തിരിച്ചു ചെന്നപ്പോൾ പാർക്കുന്ന വീടില്ല, തങ്ങളുടെ ഗ്രാമങ്ങളില്ല, ഇന്നോളം ഉണ്ടാക്കിയ സ്വത്തില്ല, കച്ചവട സ്ഥാപനങ്ങളില്ല, ഒന്നുമില്ല. എല്ലാം മണ്ണായി മാറിയിരിക്കുന്നു, തകർത്ത് തരിപ്പണമാക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് പോയത് 200-500-ന്റെ നോട്ടല്ലേ? എന്നിട്ട് എന്താ നമ്മളെ ഇടങ്ങേറ്, എന്താ നമ്മളെ പേടിയില്ലേ? പേടി എന്നത് മനുഷ്യനെ അടക്കി ഭരിക്കുകയാണ്. ഏറ്റവും വലിയ പൈസക്കാരന് ഏറ്റവും വലിയ പേടിയാ. നിങ്ങൾ കണ്ടില്ലേ, പല രാജാക്കന്മാരും ഭക്ഷണം കഴിക്കണമെങ്കിലേ അവരുടെ മുമ്പിൽ വെച്ച ഭക്ഷണത്തിന് അവരുടെ പരിചാരകന്മാര് ഒരു 3 ആളെങ്കിലും ആ ഭക്ഷണം കഴിച്ചിട്ട് അതിൽ വിഷമൊന്നും കലക്കിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആ പരിചാരകന്മാരുടെ ഉച്ഛിഷ്ടം കഴിക്കുന്ന ഭരണാധികാരികൾ ഈ രാജ്യത്തുണ്ട്, ലോകത്തുണ്ട്. പേടി. എന്താ നമ്മളൊക്കെ പേടി? കയ്യും അങ്ങനെ ചെറിയൊരു മുഴ, വെറുതെ ഉണ്ടായതാ ഒരു മുഴ. പക്ഷെ നമ്മളിങ്ങനെ ഏതോ പീടിയിൽ നിന്ന് സാധനം പൊതിഞ്ഞു കൊടുന്ന ഒരു കടലാസ് കഷ്ണം ഇങ്ങനെ വെറുതെ വായിച്ചതാ. അപ്പൊ അതിലുണ്ട് മുഴകൾ അപകടമായേക്കാം. അപ്പൊ ഒരു പേടി, പടച്ചോനെ എൻ്റെ ഒരു മുഴ പടി ഉണ്ടല്ലോ. അങ്ങനെ നോക്കുമ്പോൾ പിന്നെ അങ്ങനെ തോന്നുന്നത് അതിങ്ങനെ വലുതാകുന്നുണ്ടോ.
അങ്ങനെ പരിചയമുള്ള ഒരു ഡോക്ടർ എത്തി എന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ല, അതെങ്ങനെ ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട്, നിങ്ങൾ പേടിക്കണ്ട. പക്ഷെ പുറത്തിറങ്ങിയിട്ട് നമ്മളെന്താ പറഞ്ഞറിയോ, വിവരമില്ലാത്ത ഡോക്ടർ, അയാൾ എവിടുന്ന് വന്നാണാവോ. രണ്ടാമത്തെ ഡോക്ടർ ചെന്നപ്പോൾ ആ ഡോക്ടറും പറഞ്ഞു, കുഴപ്പമില്ലേ, സാരല്ല, അത് പൊയ്ക്കോളും. പക്ഷെ നമ്മൾ അയാളെയും കളിയാക്കി. മൂന്നാമത്തെ ഡോക്ടറെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കണ്ണുകളിലെ പേടി ആ ഡോക്ടർ ശരിക്ക് കണ്ടത്. ഇയാൾ കുഴപ്പമില്ലാത്തൊരു ഇരയാണ് എന്ന് ഡോക്ടർക്ക് മനസ്സിലായി. കുടുംബ പശ്ചാത്തലങ്ങളും വരുമാന മാർഗങ്ങളും ഒക്കെ ഡോക്ടർ സ്നേഹത്തോടു കൂടി ചോദിച്ചറിഞ്ഞിട്ട് പറഞ്ഞേ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പേടിയാകുമോ? പേടിയൊന്നുമില്ല, സംഗതി കാലിൻ്റെ അടിയിൽ നിന്ന് തരിപ്പൊക്കെ ഉണ്ടെങ്കിലും പറഞ്ഞു പേടിയൊന്നുമില്ല, എന്നാലും മക്കളെ വിളിക്കണം, മക്കളൊന്നും വിളിക്കണ്ട ഡോക്ടർ പറഞ്ഞോളി. അപ്പോൾ പറഞ്ഞേ, നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് എത്തിയത് നിങ്ങൾ ആയുസിൻ്റെ നീട്ടം കൊണ്ടാണ്. 24 മണിക്കൂർ കൊണ്ട് ഈ സാധനം ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞിട്ടില്ലെങ്കിലേ നിങ്ങളെ കുട്ടികൾ യതീമാവും. ഇതെന്ന് പറഞ്ഞാൽ 10 ലക്ഷം ആളുകളിൽ ഒരാൾക്കുണ്ടാകുന്നൊരു ഹേ എന്ന് പറഞ്ഞൊരു രോഗമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് കീറിക്കളഞ്ഞില്ലെങ്കിൽ നിങ്ങളെ പടച്ചോനെ അപ്പം തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്ത് 5 ലക്ഷം അപ്പം തന്നെ കൊടുത്ത്, പിന്നെ ഓപ്പറേഷനും വേണ്ടി എടുത്ത മരുന്നിനെന്ന് പറഞ്ഞുകൊണ്ട് 2 ലക്ഷം വേറെ കൊടുത്ത്, പോരാനായപ്പോൾ അതിന് 10 ലക്ഷം വേറെ കൊടുത്ത്. എന്താ ഉണ്ടായത്? ഒന്നുമില്ല. പക്ഷേ നമ്മുടെ മനസ്സിൽ ഒരു പേടിയുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ആ പേടിനെ ചൂഷണം ചെയ്യാൻ ആ ഡോക്ടർക്ക് സാധിച്ചു. ഡോക്ടർമാർ എന്നല്ല, ഈ ലോകത്തിലെ സകലമാന ചൂഷകന്മാരും ഈ ലോകത്ത് ജീവിക്കുന്നത് നമ്മുടെ പേടിനെ ചൂഷണം ചെയ്തിട്ടാ. ഇങ്ങനെ പോകുമ്പോഴേ നമ്മൾ എത്ര വലിയ മുജാഹിദിന്റെ നടുക്കണ്ടെന്ന് പറഞ്ഞത്, ഇങ്ങനെ പോണ പോക്കിലെ ഒരാൾ ഇവിടെ ഇങ്ങോട്ട് വന്നാണ്, എന്ത് അല്ല നിങ്ങളെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്തോ ഒരു ഇതുണ്ടല്ലോ, എന്താ ഞാൻ പറയട്ടെ, പറഞ്ഞോളി. അയാൾ ഇങ്ങോട്ട് പറയാണ്. അത് പറയണ കേൾക്കുന്നോട് കൂടി നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ പേടിയാകാണ്. പിന്നെ എന്താ പരിഹാരം എന്നാ ചോദിക്കണേ. പരിഹാരത്തിന് നിങ്ങൾ അങ്ങോട്ട് വരി, ആരോടും പറയണ്ട. അങ്ങനെ ചെന്നു, എത്രയാ ഫീസ് കൊടുത്തു. നമ്മൾ അയാൾ പിഴിഞ്ഞെടുത്തു. ഞാൻ ഒരിക്കേ ഈ വണ്ടൂർ പള്ളിയിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നതാ. വണ്ടൂർ റമളാൻ മാസത്തിൻ്റെ തൊട്ട് മുമ്പത്തോന്ന് എനിക്ക് എന്തായാലും വണ്ടൂർ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് ആ ഇടവഴി കൂടെ അങ്ങനെ പള്ളിൻ്റെ മുമ്പിലേക്ക് വേഗത്തിൽ പോകുന്നുണ്ട്. ആ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ ഒരു നല്ലൊരു ഒരാൾ, ഒരു തെരുവ് കച്ചവടക്കാരൻ്റെ ശബ്ദം. ഈ തെരുവ് കച്ചവടക്കാരെ ചില ഡയലോഗുകൾ നമുക്ക് നല്ല ഇഷ്ടപ്പെടും. അപ്പം ഞാൻ ഈ തെരുവ് കച്ചവടക്കാരെ കച്ചവടം ചിലപ്പോൾ അങ്ങനെ കണ്ടുവെക്കും. കാരണം അത് അവരുടെ ചില പ്രയോഗങ്ങളെ നമുക്ക് ചിലപ്പോൾ അങ്ങനെ പകരം വെക്കാൻ പറ്റിയ പ്രയോഗങ്ങൾ. പണ്ടൊരു അരീക്കോട് ബസ് സ്റ്റാൻഡിൽ ഇടയ്ക്കിടയ്ക്ക് ഒരാളുണ്ടാവും, അരീക്കോട് പഠിക്കുന്ന കാലത്ത്. അയാൾ ഈ കാളിയാവ് ഭാഗത്തുള്ള ഏതോ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നത്. മൂപ്പര് സംഭവം എന്താ വെച്ചാൽ, മൂപ്പര് ജീവനോടുകൂടി തവളനെയും മീനിനെയൊക്കെ വിഴുങ്ങും. ഇങ്ങോട്ട് വിഴുങ്ങിയിട്ട് വെള്ളം ഇങ്ങോട്ട് കുടിക്കും. അത് സംഗതി രസമുള്ള കാഴ്ചയാണ്. പക്ഷെ അതിന് മുമ്പ് വിഴുങ്ങുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് മൂപ്പര് അനൗൺസ്മെൻ്റ് ഉണ്ട്. അത് വളരെ രസകരമാണ്. മൂപ്പര് ഇങ്ങനെ തവളൻ്റെ 2 കാലുകൾ പിടിച്ചിരിക്കുന്നു. അപ്പം തവള വളഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ആ തവളൻ്റെ ചുണ്ടുമ്പോൾ അങ്ങനെ കൊട്ടിയിട്ടാ പറഞ്ഞ, തവളെ എന്നെ വിഴുങ്ങണത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, എന്നെ വിഴുങ്ങണ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, എനിക്ക് വളരെ വെറുപ്പുള്ള കാര്യമാണ്. പക്ഷെ എന്നെ വിഴുങ്ങാതിരിക്കാൻ പറ്റൂല. എന്നെ ഞാൻ വിഴുങ്ങാതിരുന്നാൽ എൻ്റെ അമ്മോശം കാക്ക എന്നെ വിഴുങ്ങും. കാരണം മൂപ്പര മകൾ എൻ്റെ വീട്ടിലുണ്ട്, പട്ടിണി കിടക്കുകയാണ്. അപ്പം അന്നെ വിഴുങ്ങിയിട്ട് എന്തെങ്കിലും വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തില്ലെങ്കിൽ മൂപ്പരെന്നെ വിഴുങ്ങും. അതുകൊണ്ട് ഞാൻ അന്നെ വിഴുങ്ങിയേ പറ്റുള്ളൂ എന്ന അനൗൺസ്മെൻറ്റോട് കൂടി മൂപ്പർ ആ തവളിനെ വിഴുങ്ങണ് ഞാൻ പലപ്പോഴും നോക്കി നിന്നിട്ടുണ്ട്. അതേപോലെ ചില ഈ തെരുവ് കച്ചവടക്കാരുടെ വാക്കുകളിൽ ഭയങ്കര രസം തോന്നും. അപ്പോൾ ഇയാളെന്താ ചെയ്യണത്, ഞാൻ നോക്കി ഇയാളിപ്പോൾ എന്താ ചെയ്യണത്. അപ്പോൾ അയാൾ കുറേ ഏലസുകൾ വിൽക്കുകയാണ്. ഏലസ് ഇങ്ങോട്ട് കൂട്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ഒരു ഏലസിന് 30 റുപ്യ വില, 30 റുപ്യ വില. ഈ ഏലസ് വാങ്ങാൻ വേണ്ടി ചുറ്റുഭാഗത്ത് നിൽക്കണ മൊത്തം പർദ്ദട്ട താത്താര. റമളാന്റെ മുമ്പായതുകൊണ്ട് മല്ലിമുളക് മാങ്ങ ഇറങ്ങിയതുകൊണ്ട് താത്താര് ഫുള്ള് ബസ് സ്റ്റാൻഡിലുണ്ട്. ഇവരിങ്ങോട്ട് വളഞ്ഞിക്കണ ഇയാളെ, ഏലസ് വിൽക്കുന്ന ആളെ. അപ്പൊ ഈ ഏലസ് വിൽക്കുന്ന ആളുടെ അവകാശവാദം എന്താ നിങ്ങള്, ഈ ഏലസ് ഒരെണ്ണം കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോയി കെട്ടിയാൽ ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവുന്നതാണ് മൂപ്പര് പറയണേ. ഒരു ഏലസിന് 30 ഉള്ളൂ. അപ്പൊ പല താത്താരടുത്തും ചില്ലറ പൈസ ഇല്ല, 50 റുപ്യ കൊടുത്തുകൊണ്ട് പോകുക, 20 വാങ്ങാതെ. കാരണം 30 റുപ്യക്ക് ഐശ്വര്യം കിട്ടല്ല വീട്ടിൽ, അത് കൊണ്ടുപോകാൻ വേണ്ടി ബാഗിലിട്ട് പോവുക. ഞാൻ അങ്ങനെ വെറുതെ ആലോചിച്ച് ഈ താത്താറ ബുദ്ധിയൊക്കെ എവിടെ പോയി പഠിച്ചോനെ. അങ്ങനെ ഈ ഏലസിന് വീട്ടിൽ ഐശ്വര്യം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഈ 1500 ഏലസ് സ്വന്തമുള്ള ഈ ചങ്ങായി ഈ ബസ് സ്റ്റാൻഡ് കുത്തുന്ന വെയിലുള്ളണോ? ഒരു ഏലസോ എൻ്റെ പെരൻ്റെ മൂലൊക്കെ കെട്ടിയിട്ട് വീട്ടിലിരുന്നാൽ പോരെ? ഓനിപ്പടെ വെയിലത്തുനിന്ന് കണ്ട് ഒച്ചടണോ? അത് ചിന്തിക്കാൻ ഈ കൂടിയിരിക്കുന്ന താത്താമാരിൽ ഒരാൾക്ക് പോലും കഴിയണില്ലല്ലോ എന്ന് സങ്കടത്തോടു കൂടി ഞാൻ ആലോചിച്ചു. അതായത് നമ്മുടെ മനസ്സിനൊരു പേടി, ആ പേടിയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ സകലമാന, അത് ആത്മീയ ചൂഷണമായാലും ഭൗതിക ചൂഷണമായാലും സാമ്പത്തിക ചൂഷണമായാലും ഏത് രംഗത്താവട്ടെ, ഈ ചൂഷകന്മാരൊക്കെ തടിച്ചു കൊഴുത്ത് വലുതാകുന്നത് മനുഷ്യരുടെ പേടിയെ
ചൂഷണം ചെയ്തിട്ടാണ്. ഞാൻ സൂചിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞ ആ പഴയകാല ചരിത്രത്തിന്റെ പാഠങ്ങൾ വർത്തമാനകാലത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു പോരുന്നത് എങ്ങനെ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി, എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ അനുഭവിക്കുന്ന ഇത്തരം പ്രയാസങ്ങൾക്ക് പിന്നിൽ ഭരണാധികാരികളുടെ പരിഷ്കാരങ്ങൾ എന്നതിനപ്പുറം പടച്ച റബ്ബിൽ നിന്നുള്ള എന്തെങ്കിലും ഇത്തരം പ്രയാസങ്ങൾക്ക് പിന്നിൽ ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ട ബാധ്യത ചരിത്രം ഒരു പാഠമായി നമ്മുടെ മുമ്പിൽ നൽകുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് ബോധിപ്പിച്ചത്. മലബാർ കലാപത്തിന്റെ ചരിത്രത്തെക്കുറിച്ചാണ് നാളെ വ്യത്യസ്തമായ പ്രബന്ധങ്ങളിലൂടെ നമ്മളോട് ഇവിടെ സംസാരിക്കുവാൻ വേണ്ടി ഈ പ്രോഗ്രാം നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ വിശാലമായി കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നായ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാലഘട്ടത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇത്തിരി മാത്രം വലിപ്പമുള്ള മലബാറിന്റെ തീരത്തിന് എന്ത് പ്രസക്തിയാണ് ആ ചരിത്രത്തിലുള്ളത് എന്ന് ഒരുപക്ഷെ നമ്മൾ ചോദിച്ചേക്കാം. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദര, എൻ്റെ സഹോദരി മനസ്സിലാക്കുക, ഇന്ത്യ രാജ്യത്തിലേക്കുള്ള വിദേശ രാജ്യങ്ങളുടെ അധിനിവേശത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് മലബാറിന്റെ തീരത്താണ് എന്നത് നമ്മളാരും മറന്നിട്ടില്ല. 1498 കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് കപ്പലിറങ്ങിയ വാസ്കോഡഗാമയുടെ കാലടിയിൽ നിന്നാണ് ഈ വിശാലമായ രാജ്യത്തിന് നൂറ്റാണ്ടുകൾ അടിമകളാക്കി ഭരിച്ച അധിനിവേശത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് എന്ന് പ്രാഥമിക പാഠപുസ്തകത്തിന്റെ പാഠങ്ങളിൽ നിന്ന് നന്നായി പഠിച്ചവരാണ് നമ്മളൊക്കെ. ഇവിടെ നമ്മളൊക്കെ തിരുത്തി വായിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. മലബാർ കലാപത്തിന്, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മലബാർ പ്രദേശത്തിന്റെ പ്രസക്തി എന്താണ്, എന്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒരു നക്ഷത്രം പോലെ മലബാറിന്റെ പോരാട്ടത്തിന്റെ കഥകൾ നിറഞ്ഞു നിൽക്കുമെന്നും, എന്തുകൊണ്ട് ആ പോരാട്ടത്തിന്റെ കഥകളെ ഇല്ലാതെയാക്കുവാൻ പുതിയ കാല ചരിത്രത്തിന്റെ വാഗ്ദാക്കൾ എന്തിനാണ് ശ്രമിക്കുന്നത് എന്നും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനായിരുന്നു വാസ്കോഡഗാമ ഇന്ത്യയിലേക്ക് വന്നത്? എന്തിനാണ് വാസ്കോഡഗാമ ഇന്ത്യയിലേക്ക് വന്നത്? ഞാൻ പഠിച്ച ഇന്ത്യയിലെ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ പാഠങ്ങൾ എന്നെ പഠിപ്പിച്ചത് വാസ്കോഡഗാമ ഇന്ത്യയിലേക്ക് വന്നത് കച്ചവടത്തിന് വേണ്ടിയാണ് എന്നായിരുന്നു. എന്നാൽ ഇന്ത്യ രാജ്യത്ത് ഇന്ന് നിലവിലുള്ള ചരിത്രം, ആ ചരിത്രം വെള്ളക്കാരന്റെ രചനയാണ്. വെള്ളക്കാരന്റെ ശമ്പളം പറ്റി അവന്റെ ഉദ്യോഗസ്ഥന്മാർ എഴുതിയുണ്ടാക്കിയ ചരിത്രമാണ് ഇന്ത്യയുടെ ചരിത്രമായി ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഞാനും നിങ്ങളും പഠിച്ചതും നമ്മുടെ മക്കൾ പഠിപ്പിക്കപ്പെടുന്നതും. എന്നാൽ ചരിത്രത്തിന് അതിന്റെ യഥാർത്ഥത്തിന്റെ മറ്റൊരു മുഖമുണ്ട്. അത് നമ്മൾ വായിക്കണമെങ്കിൽ ഈ രാജ്യത്തിന്റെ അതിർത്തി വിട്ട് പുറത്തു പോകണം. ആ പുറത്തു വിട്ടുപോയപ്പോൾ ഞാൻ വായിച്ച ചരിത്രം എന്നെ ബോധ്യപ്പെടുത്തിയത് വാസ്കോഡഗാമ എന്ന പോർച്ചുഗീസ് നാവികൻ ഇന്ത്യയുടെ കേരളത്തിന്റെ കടപ്പുറത്ത് വന്നിറങ്ങിയത് ഇവിടത്തെ കച്ചവടത്തിന് വേണ്ടിയായിരുന്നില്ല. നൂറ്റാണ്ടുകളോളം ഈ ലോകത്ത് ക്രൈസ്തവരും മുസ്ലിങ്ങളും കുരിശും ചന്ദ്രക്കലയും തമ്മിൽ രൂക്ഷമായ പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുരിശ് യുദ്ധങ്ങൾ എന്ന പേരിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ 10,000-കണക്കിന് ആളുകളുടെ ചോര കൊണ്ട് ഭൂമിയെ നനയിപ്പിച്ച ആ രൂക്ഷമായ യുദ്ധം നൂറ്റാണ്ടുകളോളം നീണ്ടു നിന്നിട്ടുണ്ട്. കുരിശും ചന്ദ്രക്കലയും തമ്മിലുള്ള യുദ്ധം, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള യുദ്ധം, യൂറോപ്പും അറേബ്യയും തമ്മിലുള്ള യുദ്ധം, അത് ലോകത്ത് നൂറ്റാണ്ടുകൾ നീണ്ടുന്ന യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ജയപരാജയങ്ങൾ മാറി മാറി വന്നു. മുസ്ലിങ്ങൾ ജയിച്ച കാലഘട്ടങ്ങൾ ഉണ്ടായി, മുസ്ലിങ്ങളെ ജയിപ്പിച്ച ചക്രവർത്തിമാരുണ്ടായി, മുസ്ലിങ്ങളെ പരാജയപ്പെടുത്തിയ ചരിത്രങ്ങൾ ഉണ്ടായി, അതിന് തക്ക കഴിവുള്ള ചക്രവർത്തിമാരുണ്ടായി. ഒരു കാര്യം സത്യ, ഒരു കാലത്ത് ലോകത്ത് ഇസ്ലാമിക ഭരണത്തിന്റെ, ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഉത്തുംഗതയിലായിരുന്ന മുസ്ലിം സമൂഹത്തിനെ ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലേക്ക് തള്ളിവിട്ടതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് കുരിശ് യുദ്ധങ്ങളായിരുന്നു എന്ന് ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഈ കുരിശ് യുദ്ധങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്ത് ഈ കുരിശും ചന്ദ്രക്കലയും തമ്മിലുള്ള ശക്തമായ പോരാട്ടത്തിനും ശക്തമായ ഏറ്റുമുട്ടലിനും എക്കാലത്തും കാരണമായിട്ടുണ്ട്. അതിന്റെ ഭാഗം എന്തോണം? മുസ്ലിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തി ആ സ്രോതസ്സുകൾ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് യൂറോപ്പിന്റെ ആവശ്യപ്രകാരം അന്ന് യൂറോപ്പിലെ ഏറ്റവും ശക്തമായ രാജ്യമായിരുന്ന പോർച്ചുഗീസ് രാജാവിന്റെ കൽപ്പന പ്രകാരം വാസ്കോഡഗാമ എന്ന നാവികൻ കേരളത്തിൽ വന്ന് കപ്പലിറങ്ങിയത്. എങ്ങനെ? യൂറോപ്പിലെ രാജ്യങ്ങൾ കൂടിച്ചേർന്ന്, അന്ന് യൂറോപ്പിൽ കുറെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. അന്ന് ആഭ്യന്തര പ്രശ്നങ്ങളില്ലാത്ത ഒരേ ഒരു രാജ്യം പോർച്ചുഗലാണ്. അതുകൊണ്ട് തന്നെ ആ പോർച്ചുഗീസ് രാജാവിനെ യൂറോപ്പിന്റെ നായകനാക്കി മാറ്റുകയും
ആ പോർച്ചുഗീസ് ഭരണാധികാരിയുടെ കീഴിൽ ലോകത്തിന്റെ ഏതൊക്കെ ഭാഗത്ത് മുസ്ലിങ്ങൾക്ക് സാമ്പത്തികമായ സ്രോതസ്സുകളുണ്ടോ ആ സ്രോതസ്സുകൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വാസ്കോ ഡ ഗാമ കോഴിക്കോട് വന്ന് കപ്പലിറങ്ങിയത്. കാരണം ആ കാലഘട്ടത്തിലെ അറബികളുടെ ഏറ്റവും വലിയ കച്ചവടത്തിന്റെ സഹവർത്തിത്വം ഇന്ത്യയുമായിട്ടായിരുന്നു, ഇന്ത്യയിലെ മലബാർ തീരവുമായിട്ടായിരുന്നു. ഇന്ത്യയിലെ സുഗന്ധദ്രവ്യങ്ങൾ അറബ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് സാധനങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിറ്റ് അറബികളും ഇന്ത്യക്കാരും തമ്മിലുള്ള കച്ചവടത്തിന്റെ അന്നത്തെ കേന്ദ്രമായിരുന്നു. ഇന്നൊരു പക്ഷേ ബോംബെ പോലെ കൽക്കത്ത പോലെ ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിന്റെ കേന്ദ്രമായിരുന്നു അന്ന് കൊടുങ്ങല്ലൂർ മുതൽ ചാലിയം വരെയുള്ള കേരളത്തിന്റെ കടൽ തീരം. ആ കടൽ തീരത്ത് വന്നിറങ്ങി അറബികളായ കച്ചവടക്കാർക്ക് കേരളത്തിന്റെ കച്ചവടവുമായുള്ള ബന്ധം അവസാനിപ്പിക്കുക എന്നതായിരുന്നു വാസ്കോ ഡ ഗാമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. സാമൂതിരി രാജാവുമായി കൂട്ടുചേർന്ന് മതത്തിന്റെ ജാതിയുടെ വ്യത്യാസമില്ലാതെ ഒരൊറ്റക്കെട്ടായി നിന്ന് ജീവിച്ചിരുന്ന മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും അല്ലെങ്കിൽ സാമൂതിരി രാജാവിനെയും അറബികളെയും തമ്മിൽ തെറ്റിക്കുവാൻ പോർച്ചുഗീസുകാരുടെ കുതന്ത്രങ്ങൾക്ക് സാധിച്ചു, കുടില തന്ത്രങ്ങൾക്ക് സാധിച്ചു. നൂറ്റാണ്ടുകളോളം സാമൂതിരി രാജാവിന് വേണ്ടി പടയൊരുക്കി കടൽ സൈന്യത്തിന്റെ നേതാക്കളായി മാറിയിരുന്ന കുഞ്ഞാലി മരക്കാന്മാരെ പോലും സാമൂതിരി രാജാവിന്റെ മുമ്പിൽ വെച്ച് ചതിയിൽപ്പെടുത്തി തലവെട്ടി താലത്തിൽ വെച്ച് ആ തലമുറയെ നശിപ്പിക്കാൻ പോർച്ചുഗീസുകാർക്കും വൈദേശികർക്കും സാധിച്ചത് ഈ കുടിലമായ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു. അഥവാ ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ വൈദേശിക ആധിപത്യത്തിന്റെ തുടക്കം ഈ മലബാറിന്റെ തീരത്ത് നിന്നാണ്. 1. 2, ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം നിങ്ങൾ പഠിക്കണം. ആ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന ഒരു സംഗതി, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ കഥ പഠിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യത്തിന്റെ രൂക്ഷമായ പോരാട്ടത്തിൽ നമ്മൾ ഒരു ചോദ്യം ചോദിക്കുക, ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏറ്റവും തിക്തമായ, ദുരന്തപൂർണമായ, അപകടപൂർണമായ യാതനകൾ സഹിക്കേണ്ടി വന്നത് ഈ രാജ്യത്തെ ഏത് ജനവിഭാഗമാണ്, ഏത് പ്രദേശത്തുകാരാണ് എന്ന ചോദ്യത്തിന് ഈ രാജ്യത്തിന്റെ ചരിത്രം നൽകുന്ന മറുപടി കേരളത്തിന്റെ മലബാർ തീരത്തെ മാപ്പിളമാരാണ്. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരിൽ ഏറ്റവും രൂക്ഷമായ, തിക്തമായ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും വിധേയരായത് എന്ന് ചരിത്രം നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരും. ഹജ്ജിന് പോകുന്ന 400ഓളം ആളുകൾ ഹജ്ജിന് പോകുന്ന കപ്പല് പുറംകടലിട്ട് കത്തിച്ചു കളഞ്ഞതും ആ കപ്പല് കത്തിത്തീരുന്നത് വരെ പോർച്ചുഗീസുകാർ ആഘോഷത്തോടു കൂടി നോക്കി നിന്നതും ആ കപ്പലും കപ്പലിലെ 400 ഹാജിമാരും കത്തിത്തീർന്നപ്പോൾ പോർച്ചുഗീസ് കപ്പലിന്റെ ഉള്ളിൽ ആഘോഷത്തിന്റെ നൃത്തം ചവിട്ടിയതും സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ കണ്ണുനീരിന്റെ മറയോടുകൂടിയല്ലാതെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കാത്ത ചരിത്രങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ ഇത്തരമൊരു സെമിനാർ സംഘടിപ്പിക്കുമ്പോൾ ഈ മലബാർ ചരിത്രത്തിന്റെ യഥാർത്ഥമായ അവസ്ഥ എന്ത് എന്ന് ഒന്നുകൂടി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരവസ്ഥ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഈ സ്ഥാപനത്തെ തീർച്ചയായും നമുക്ക് പ്രശംസിക്കാതെ നിർവാഹമില്ല. കാരണം ഏതൊരു സമൂഹത്തിന്റെയും ചരിത്രം എന്ന് പറയുന്നത് അവരുടെ അഭിമാനത്തിന്റെ കാരണമാണ്, നിലനിൽപ്പിന്റെ കാരണമാണ്. നമ്മുടെ വീടിന് ആധാരവും പട്ടയോ ഒക്കെ ഉണ്ടെങ്കിലും ഒരടിയാധാരം നമുക്ക് വേണം. എന്താ അടിയാധാരം? അടിയാധാരം നമ്മുടെ കയ്യിലുള്ള സ്ഥലത്തിന്റെ ചരിത്രമാണ്. അതാരുടെ കൈകളിൽ കൂടിയാണ് കടന്നു വന്നത്, അതെന്തായിരുന്നു, എങ്ങനെയായിരുന്നു, ആ ചരിത്രമാണത്. ഒരു ജനതയുടെ സംസ്കാരത്തിന്റെ, ഒരു ജനതയുടെ നിലനിൽപ്പിന്റെ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ ജനതയുടെ ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ ഈ രാജ്യത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ എക്കാലത്തും ശ്രമിക്കുന്നത് അവർക്ക് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലുള്ള, ഈ രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിലുള്ള പങ്കിനെ, ആ ചരിത്രത്തെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ശ്രമമാണ്. എന്നെ ഏറെ വേദനിപ്പിച്ച ഒരു സംഭവമുണ്ട്. ഒരു നഴ്സറി സ്കൂളിൽ നിന്ന് ഒരു ടൂർ പോയത് പാലക്കാടിലേക്കാണ്. ടിപ്പുവിന്റെ കോട്ടയിൽ ആ മരത്തിന്റെ ചുവട്ടിലെ പച്ചപ്പുല്ലിൽ ഇങ്ങനെ കുട്ടികളുമായി കൂട്ടമായി ഇരിക്കുമ്പോൾ ഞാൻ ആ കുട്ടികളുടെ കൂടെയുള്ള ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ, നിങ്ങൾ ഈ കുട്ടികൾക്ക് ഈ കോട്ടയെക്കുറിച്ചും ഈ കോട്ട നിർമ്മിച്ച ടിപ്പു സുൽത്താനെ കുറിച്ചും ഹൈദരലിയെ കുറിച്ചും നിങ്ങളൊന്ന് പറഞ്ഞു കൊടുത്താൽ അത് കുട്ടികളുടെ ചരിത്രബോധത്തിന് വലിയ തുണയാകും. പക്ഷേ
ആ ടീച്ചർ ക്ലാസ് തുടങ്ങിയപ്പോൾ, ക്ലാസ് അല്ല പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നി വേണ്ടിയിരുന്നില്ല എന്ന്. കാരണം ആ ടീച്ചർ പറഞ്ഞു വെച്ചത് തന്നെ നമ്മുടെ രാജ്യത്തിനെ അടക്കി ഭരിക്കുവാനും നശിപ്പിക്കുവാനും പുറത്തു നിന്ന് വന്ന ഒരു ക്രൂരനായ രാജാവായിരുന്നു ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ ആ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ നമുക്ക് പോകാം, ക്ലാസ് മറ്റൊരു സമയത്താവാം. അല്ലേ? വൈദേശിക ശക്തികളോട് രാജ്യത്തിന്റെ, സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതി യുദ്ധക്കളത്തിൽ വൈദേശിക ശക്തികളുടെ വെടിയേറ്റ് യുദ്ധക്കളത്തിൽ പെടഞ്ഞു വീണ് മരിച്ച ഏതെങ്കിലും ഒരു രാജാവ് ഈ രാജ്യത്തുണ്ടെങ്കിൽ അത് ടിപ്പു സുൽത്താനാണ് എന്ന് രാജ്യത്തിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നേർക്ക് നേരെ ഓടിപ്പോകാതെ, ആത്മഹത്യ ചെയ്യാതെ, നേർക്ക് നേരെ ആയുധമെടുത്ത് വൈദേശികരോട് പൊരുതി അവർക്ക് മുമ്പിൽ യുദ്ധക്കളത്തിൽ പടഞ്ഞു വീണ് മരിച്ച രാജാവാണ് ടിപ്പു സുൽത്താൻ. പക്ഷേ ആ ടിപ്പു സുൽത്താന്റെ ചരിത്രത്തിനെ ചരിത്രം പഠിപ്പിക്കുന്ന ഗുരുനാഥന്റെ മനസ്സിൽ പോലും വിഷം നിറച്ച ഒരു ചരിത്രമായി അവതരിപ്പിക്കുന്നതിൽ ഈ രാജ്യത്ത് ആരൊക്കെയോ ജയിച്ചിട്ടുണ്ട്, ആരൊക്കെയോ അതിൽ വിജയം കണ്ടിട്ടുണ്ട്. ഒരുമിച്ചിരുന്ന് ഒരേ ബെഞ്ചിലിരുന്ന് മുസൽമാനും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒരേ ചരിത്രത്തിന്റെ പാഠം പഠിക്കുമ്പോൾ ആ ചരിത്രത്തിന്റെ പാഠങ്ങളിൽ ദേവാലയങ്ങൾ തകർത്ത് അവിടെ ഉണ്ടായിരുന്ന സ്വത്തുക്കൾ മുഴുവനും കൊള്ളയടിച്ചത് ഒരു പ്രത്യേകമായ മതവിഭാഗത്തിന്റെ പേരിലുള്ള ഭരണാധികാരികളാണ് എന്ന് പറയുമ്പോൾ തന്റെ അടുത്തിരിക്കുന്ന ആ മതത്തിൽപ്പെട്ട വിദ്യാർത്ഥിയോട് മാനസികമായി വെറുപ്പ് തോന്നുക എന്നത് സ്വാഭാവികം മാത്രമായ ഒരു കാര്യമാണ്. കോനാർക്കിലെ സൂര്യക്ഷേത്രം കൊള്ളയടിച്ച രാജാക്കന്മാർ മുസ്ലിം രാജാക്കന്മാരാണ് എന്ന് പറയുമ്പോൾ തന്റെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയോട് അവന്റെ കൂടെ ഇരിക്കുന്ന ഒരു ഹൈന്ദവ സഹോദരനുണ്ടാകുന്ന മാനസികാവസ്ഥ നമുക്ക് അളന്നെടുക്കാൻ സാധിക്കും. സത്യത്തിൽ ഇത്തരം പോരാട്ടങ്ങൾക്ക് ഇസ്ലാമിന്റെ പിൻബലമില്ല. ഒരു ക്ഷേത്രത്തിന്റെ സ്വത്ത് പോയിട്ട്, ഒരു വ്യക്തിയുടെ സ്വത്ത് പോയിട്ട്, വഴിയിൽ കിടക്കുന്ന സ്വത്ത് പോലും എടുക്കാൻ നിനക്ക് അവകാശമില്ല എന്ന് പഠിപ്പിച്ച ഒരു മതത്തിന്റെ അനുയായി എങ്ങനെ മറ്റൊരു മതത്തിന്റെ, തന്റെ സഹോദരന്റെ ദേവാലയത്തിന്റെ സ്വത്ത് കൊള്ളയടിക്കാൻ അവന് സാധിക്കും? അഥവാ കൊള്ളയടിച്ചാൽ ഈ മതവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവനാണവൻ എന്നല്ലേ നമ്മൾ തീർത്തു പറയേണ്ടത്. പക്ഷേ ഈ കൊള്ളയെ, ഈ അക്രമത്തെ ഒരു മതവുമായിട്ട് കൂട്ടിക്കെട്ടുമ്പോൾ ആ മതത്തിനോട് മറ്റുള്ളവന്റെ മനസ്സിലുണ്ടാകുന്ന കാഴ്ചപ്പാടും വെറുപ്പും അതെന്തുമാത്രം ശക്തമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ രൂപത്തിൽ രാജ്യത്തിന്റെ ചരിത്രത്തെ വളച്ചൊടിച്ച്, രാജ്യത്തിന്റെ ചരിത്രത്തെ വികലമാക്കി, ചരിത്രത്തെ വ്യഭിചരിച്ച് അവനെ ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കുവാനുള്ള അവകാശമില്ല എന്നും ഈ രാജ്യത്തിലെ ഭൂരിപക്ഷത്തിന്റെ ഔദാര്യം പറ്റി മാത്രം ജീവിക്കേണ്ടവനാണ് എവിടത്തെ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗക്കാരനെന്നും അവനെ പഠിപ്പിക്കാൻ രാജ്യത്തിന്റെ ചരിത്രം മാറ്റിയെഴുതുന്ന ഈ കാലഘട്ടത്തിൽ എന്താണ് യഥാർത്ഥമായ ചരിത്രമെന്ന് പഠിക്കേണ്ടതുണ്ട്, പഠിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ വണ്ടൂരിനെ പോലെയുള്ള വിദ്യാഭ്യാസപരമായി ഏറെ പുരോഗതിയുള്ള ഒരു പ്രദേശത്തുള്ള ആളുകൾ പോലും ചോദിച്ചു പോകും, ഇത്രയൊക്കെ പണം മുടക്കിയിട്ട് ഇങ്ങനെയൊക്കെ ഒരു ചരിത്രപരമായ ഒരു സെമിനാർ നടത്തേണ്ട എന്തു ആവശ്യമുണ്ട്? ഇവിടെ ഒരു ആരോഗ്യ ക്യാമ്പ് നടത്തിക്കൂടെ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തൂടെ? എന്തിന് ഈ ചരിത്രത്തെ ഇങ്ങനെ വീണ്ടും വീണ്ടും വായിച്ചു കൊണ്ടിരിക്കണം എന്ന് ചോദിക്കുന്ന ചിലരെങ്കിലും നമ്മുടെ മുമ്പിൽ ഉണ്ടാവാം. അത്ര ആളുകൾ മനസ്സിലാക്കേണ്ടത് ചരിത്രമാണ് നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരം, ചരിത്രമാണ് നമ്മുടെ അഭിമാനത്തിന്റെ ആധാരം, ചരിത്രമാണ് നമ്മളെ നമ്മളാക്കി മാറ്റുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ മലബാറിന്റെ തീരങ്ങളിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിരന്തരമായി പൊരുതിയ ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. അറബി കച്ചവടക്കാരും സാമൂതിരി രാജാവിന്റെയും തമ്മിൽ ഇടനിരക്കാരായി ജീവിച്ച ഒരു വിഭാഗം ആളുകൾ. ഇന്ത്യ രാജ്യത്തേക്ക് ആദ്യമായിട്ട് ഇസ്ലാം മതം കടന്നു വന്നത് ഈ തീരപ്രദേശത്ത് കൂടിയാ. ഈ കച്ചവടത്തിന് വന്ന അറബികളിൽ കൂടിയാണ് ഇസ്ലാം കയറി വന്നത്. ആ അറബികൾ ഇസ്ലാം മതം പ്രചരിപ്പിക്കുവാൻ വേണ്ടി വന്നവരായിരുന്നില്ല, അവർ കച്ചവടക്കാരായിരുന്നു. എന്നാൽ ആ കച്ചവടത്തിന്റെ കൂടെ തന്നെ തങ്ങളുടെ ജീവിതത്തിന്റെ വിശുദ്ധി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ അവർക്ക് സാധിച്ചു. അന്ന് ഇന്ത്യ രാജ്യത്തെ, പ്രത്യേകിച്ചും കേരളത്തിലെ അന്നത്തെ മഹാഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഹൈന്ദവ സമൂഹത്തിന്റെ അവസ്ഥ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അയിത്തവും
തമ്മിൽ കണ്ടാൽ മിണ്ടാൻ പോയിട്ട് കണ്ണുകൊണ്ട് കാണാൻ പോലും അധികാരമില്ലാത്ത വിധം മേൽജാതിക്കാരനും താഴ്ന്ന ജാതിക്കാരനും അകറ്റപ്പെട്ട ഒരു കാലഘട്ടമാണ് ഈ രാജ്യത്ത്. മേൽജാതിക്കാരൻ നടന്നു പോകുന്ന വഴിയിൽ കൂടി കീഴ്ജാതിക്കാരൻ നടന്നു പോകാൻ പാടില്ല. കീഴ്ജാതിക്കാരന്റെ കാലടിപ്പാടുകൾ മണ്ണിൽ പതിഞ്ഞാൽ ആ കാലടിപ്പാടുകളിൽ മേൽജാതിക്കാരൻ ചവിട്ടിയാൽ അയിത്തമായിരുന്ന ഒരു കാലം. കീഴ്ജാതിക്കാരന്റെ പെണ്ണ് അരക്ക് മുകളിലേക്ക് തുണി കൊണ്ട് മറക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത വിധം നഗ്നമായ മാറുമായി മുതലാളിയുടെ വീട്ടുമുറ്റത്ത് കാത്തു നിൽക്കേണ്ടി വന്നിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് സ്വർണത്തിന്റെ നിറമുള്ള അറബികൾ കപ്പലുകൾ ഇറങ്ങി കേരളത്തിന്റെ തീരങ്ങളിലേക്ക് വന്നതും ഈ തീരപ്രദേശങ്ങളിലെ എള്ളുപോലെ കറുത്ത കുറിയ ഇവിടത്തെ സാധാരണക്കാരനായ പാവപ്പെട്ടവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് നടക്കുകയും അവന്റെ കൈ പിടിച്ച് കുലുക്കുകയും അവനെ ചേർത്ത് പിടിച്ച് കവിളത്തുമ്മ വെക്കുകയും അവന്റെ വീടിന്റെ കോലായികളിൽ ചാണകം വിരിച്ച കോലായികളിൽ വിരിച്ചു കൊടുത്ത പുൽപ്പായകളിൽ അവർ കിടന്നിറങ്ങുകയും തൂഷണകളിൽ അവൻ വിളമ്പിയ ചോറ് അവർ വാരിത്തിന്നുകയും ചെയ്തപ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാർ ചോദിച്ചു, ഞങ്ങളുടെ നാട്ടിലെ മേലാളന്മാർക്ക് ഇത് പാടില്ല, അവർക്കതിന് സാധ്യമല്ല, നിങ്ങൾക്ക് എങ്ങനെ ഇതിന് സാധിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ആ അറബികൾ പറഞ്ഞത്, ഞങ്ങൾക്കൊരു മതമുണ്ട്, ഞങ്ങൾക്കൊരു പ്രവാചകനുണ്ട്, ഞങ്ങൾക്കൊരു വേദഗ്രന്ഥമുണ്ട്. ആ വേദഗ്രന്ഥവും മതവും പ്രവാചകനും ഞങ്ങളെ പഠിപ്പിച്ചത് കുല്ലുക്കും മിൻ ആദം, എല്ലാ മനുഷ്യരും ആദം എന്ന പിതാവിന്റെ മക്കളാണ്. ആദമു മിൻ തുറാബ്, ആദമാവട്ടെ മണ്ണിൽ നിന്നും ഉണ്ടാക്കപ്പെട്ടവനാണ്. ജന്മം കൊണ്ടോ തറവാട് കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ നിറം കൊണ്ടോ വർണ്ണം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ഒരാൾക്കും ഒരു പ്രത്യേകതയുമില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അല്ലാഹുവിന്റെ അടുക്കൽ ദൈവത്തിന്റെ അടുക്കൽ ഒരുത്തൻ ബഹുമാനിക്കപ്പെടുന്നത് പണത്തിന്റെയോ വർണ്ണത്തിന്റെയോ തറവാടിന്റെയോ അടിസ്ഥാനത്തിലല്ല. അത് ആ ദൈവത്തെ സൂക്ഷിച്ച് ജീവിക്കാൻ എത്രമാത്രം അവന് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ പരിഗണിക്കപ്പെടുക. വെളുത്ത സൽമാനുൽ ഫാരിസിയും വെളുവെളുത്ത സൽമാനുൽ ഫാരിസിയും കറുകറുത്ത ആഫ്രിക്കയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് അറേബ്യയുടെ അടിമച്ചന്തയിൽ വിറ്റ് കൈമാറ്റം ചെയ്യപ്പെട്ട കറുത്ത ചുരുണ്ട മുടിയുള്ള പതിഞ്ഞ മൂക്കുള്ള ബിലാലും ഞങ്ങൾക്കിടയിൽ വ്യത്യസ്തരല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ നിറം പ്രശ്നമല്ല, ജാതി പ്രശ്നമല്ല, കുടുംബ പ്രശ്നമല്ല, നമ്മളൊക്കെ മനുഷ്യരാണ് എന്ന് ഞങ്ങളുടെ മതം ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് ആ അറബികൾ നമ്മുടെ നാട്ടിലെ താഴ്ന്ന ജാതിക്കാർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവരുടെ മനസ്സിൽ സന്തോഷത്തിന്റെ തിരമാലകൾ ഉണ്ടായി. ഞങ്ങൾക്കും ഈ മനുഷ്യത്വം കിട്ടാൻ, ഈ മനുഷ്യൻ എന്ന അവസ്ഥ കിട്ടാൻ, നിങ്ങളുടെ മതത്തിലേക്ക് കയറി വരാൻ ഞങ്ങൾക്ക് സാധിക്കുമോ എന്ന ചോദ്യത്തിന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഒരൊറ്റ വാക്കുകൊണ്ട് മനുഷ്യത്വത്തിന്റെ മുഖമുള്ള ഈ മതത്തിലേക്ക് നിങ്ങൾക്ക് കയറി വരാമെന്ന് അവർ പഠിപ്പിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ താഴെക്കടയിലുള്ള പാവപ്പെട്ട മനുഷ്യനായി ജീവിക്കുവാൻ പോലും അധികാരമില്ലാതിരുന്ന ഇവർ ഇസ്ലാമിലേക്ക് കൂട്ടമായിട്ട് കടന്നു വന്നു. അങ്ങനെയാ കേരളത്തിൽ ഇസ്ലാം മതം ഉണ്ടായത്. ഉത്തരേന്ത്യയിൽ എന്നും മതങ്ങൾ തമ്മിൽ കലാപമാണല്ലോ. എന്തേ കേരളത്തിൽ മതങ്ങൾ തമ്മിൽ കലാപം ഉണ്ടാവാത്തത്? ഉത്തരേന്ത്യയിലേക്ക് ഇസ്ലാം മതം കടന്നു വന്നത് മുഹമ്മദ് ബിൻ ഖാസിം അടക്കമുള്ള പോരാളികളിൽ കൂടിയാണ്, രാജാക്കന്മാരിൽ കൂടിയാണ്, പോരാട്ടങ്ങളിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ മനുഷ്യർക്കിടയിൽ മനസ്സിന്റെ ഉള്ളിൽ ചെറിയ നോവുകളുണ്ട്, വേദനകളുണ്ട്, ചോരയുടെ മണമുണ്ട്, അവിടെ ജീവന്റെ ചില അട്ടഹാസങ്ങളുണ്ട്. എന്നാൽ കേരളത്തിലേക്ക് ഇസ്ലാം മതം കയറി വന്നത് പോരാട്ടങ്ങളിൽ കൂടിയല്ല, വാൾത്തുമ്പുകൾ കൊണ്ടല്ല, ചോരയുടെ അകമ്പടിയോടുകൂടിയല്ല, സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും അകമ്പടിയോടുകൂടിയാണ് കേരളത്തിലേക്ക് ഈ മതം കയറി വന്നത്. അതുകൊണ്ടാണ് ആരൊക്കെ വിഷം കലക്കാൻ ശ്രമിച്ചിട്ടും കേരളീയ മനുഷ്യ മനസ്സുകളെ, മനുഷ്യത്വമുള്ള മനസ്സുകളെ ജാതിയുടെ മതത്തിന്റെ പേരിൽ വേർതിരിക്കാൻ ഈ രാജ്യത്തെ വർഗീയവാദികൾക്ക്, അതേത് മതത്തിൽപ്പെട്ടവരാവട്ടെ, അവർക്കതിന് കഴിയാതെ വന്നത്, അവർക്ക് ആഴത്തിൽ വേരാഴ്ത്താൻ കഴിയാതെ വന്നത് കേരളത്തിന്റെ ഈ ചരിത്രമുള്ളത് കൊണ്ടാണ് എന്ന് നമ്മൾ മറക്കരുത്. സാമൂതിരിയുടെയും അറബി കച്ചവടക്കാരുടെയും ഇടയിൽ കച്ചവടത്തിന്റെ മധ്യവർത്തികളായി ജീവിച്ചവരാണ് ഈ മാപ്പിളമാർ. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഈ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ അവർ സാമൂതിരിയുടെയും അറബി കച്ചവടക്കാരുടെയും ഇടയിൽ മധ്യവർത്തികളായി കച്ചവടം ചെയ്തു. അവർ സമൂഹത്തിൽ സ്ഥാനമുള്ളവരായി, അവർ സമ്പന്നരായി, അവർ കച്ചവടത്തിന്റെ ഇടനിലക്കാരായി. അവിടെയാണ് വാസ്കോഡഗാമയുടെ കള്ളക്കളി സാമൂതിരിയും അറബി കച്ചവടക്കാരും തമ്മിലുള്ള ആ ബന്ധം നശിപ്പിച്ചപ്പോൾ ജീവിക്കുവാൻ മാർഗമില്ലാതെ കടൽ തീരങ്ങളിലെ മാപ്പിളമാർ നിസ്സഹായരായി മാറി. ഈ സമയം
ഉപയോഗപ്പെടുത്തി സാമൂതിരിയും മാപ്പിളമാരുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കി ആ മാപ്പിളമാരെ പിടിച്ചെടുത്ത് അതിക്രൂരമായി അവരെ ഉപദ്രവിക്കുവാൻ വിദേശ ശക്തികൾക്ക് സാധിച്ചു. അവസാനം കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ പാർക്കുന്ന മാപ്പിളമാർ ആ ജീവിതം അസാധ്യമായപ്പോൾ കേരളത്തിൽ അറബിക്കടലിലേക്ക് വന്നു ചേരുന്ന പുഴകളിൽ കൂടി അവർ ഗ്രാമങ്ങളിലേക്ക് കുടിയേറി പാർത്തുന്ന ചാലിയാറിന്റെയും അതേപോലെ തന്നെ കേരളത്തിലെ മലബാറിന്റെ ഒട്ടുമിക്ക പുഴകളുടെയും തീരത്ത് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഗ്രാമങ്ങൾ ഉണ്ടാവാൻ എടവണ്ണപ്പാറയും വാഴക്കാടും അരീക്കോടും എടവണ്ണയും മമ്പാടും അടക്കമുള്ള ഗ്രാമങ്ങൾ ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ ഉണ്ടാവാനുള്ള കാരണം ഈ തീരങ്ങളിൽ നിന്നും ഉൾപ്രദേശങ്ങളിലേക്ക് കുടിയേറി പാർത്ത മാപ്പിളമാരുടെ ചരിത്രമാണ് എന്ന് കൃത്യമായ ചരിത്രങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നില്ല. ഞാൻ അവസാനിപ്പിക്കും മുമ്പ് എനിക്ക് നിങ്ങളോട് ബോധ്യപ്പെടുത്താനുള്ളത്, നമ്മൾ ചരിത്രം പഠിക്കുന്നത് പരീക്ഷ എഴുതുവാൻ വേണ്ടിയോ PSC എഴുതി ജയിക്കാൻ വേണ്ടിയോ ജോലി കിട്ടാൻ വേണ്ടിയോ അല്ല. നമ്മൾ ആരാണ് എന്ന് മനസ്സിലാക്കുവാനും നമ്മൾ എന്താണ് എന്ന് മനസ്സിലാക്കുവാനും ഈ രാജ്യത്ത് നമുക്കുള്ള സ്വാതന്ത്ര്യം എന്താണ്, ഈ രാജ്യത്ത് നമുക്കുള്ള അവകാശം എന്താണ് എന്ന് മനസ്സിലാക്കാനാ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തി കൊടുത്തു. ആരാ ഏർപ്പെടുത്തിയത്? അത് ഏർപ്പെടുത്തി കൊടുത്തത് ഈ രാജ്യത്തിന്റെ ഭരണഘടന എഴുതിയ ഡോക്ടർ BR അംബേദ്കർ അടക്കമുള്ള ഈ രാജ്യത്തിന്റെ ശില്പികളാണ് മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. എന്താ കാരണം? ആ സംവരണത്തിന്റെ കാരണമായി പറയുന്നത് ചരിത്രപരമായ പിന്നോക്കാവസ്ഥയിലാണ് മുസ്ലിങ്ങൾ, അതുകൊണ്ട് അവർക്ക് സംവരണം വേണം. എന്താ ചരിത്രപരമായ പിന്നോക്കാവസ്ഥ എന്നറിയോ? ഈ രാജ്യം വൈദേശികരുടെ പിടിയിലായപ്പോൾ ആ വൈദേശികരോട് സന്ധിയില്ലാതെ അവർ വെച്ച് നീട്ടിയ ആനുകൂല്യങ്ങളും ഔദാര്യങ്ങളും കൈപ്പറ്റാതെ അവസാന ശ്വാസം വരെ രാജ്യത്തിന് വേണ്ടി പൊരുതുന്നത് ഇസ്ലാമിന് വേണ്ടിയുള്ള ജിഹാദാണ് എന്ന പാഠം പഠിച്ചുകൊണ്ട് തന്നെ ഒരു നിലക്കും വൈദേശികരോട് സന്ധിയാവാതെ പൊരുതി അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് പുറംതിരിഞ്ഞു നിന്നു, അവരുടെ പരിഷ്കാരങ്ങളോട് പുറംതിരിഞ്ഞു നിന്നു. അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ വെള്ളക്കാരന്റെ ഒരാനുകൂല്യവും തങ്ങൾക്ക് വേണ്ട എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി പൊരുതിയത് കൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഒരുപാട് നഷ്ടമായിട്ടുണ്ട്. അത് രാജ്യത്തിന് വേണ്ടിയാണ് നഷ്ടമായത്. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ രാജ്യത്തിന് വേണ്ടി നഷ്ടം സഹിച്ച മുസ്ലിം സമൂഹത്തിന് ചില കാര്യങ്ങൾ സംവരണം ചെയ്തുകൊണ്ട് അവരോട് നീതി കാണിക്കണമെന്ന് ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ തീരുമാനിച്ചത് നല്ല മനസ്സുള്ള ഒരുപാട് ആളുകൾ ഈ രാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നതിന്റെ അടയാളം തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ചരിത്രം വ്യഭിചരിക്കപ്പെട്ടിട്ടുണ്ട്, ചരിത്രം വിഷം കലർത്തിയിട്ടുണ്ട്, ചരിത്രത്തെ മലിനമാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ പലരും പഠിക്കുന്ന ചരിത്രങ്ങൾ ഭീകരമായ ചരിത്രമാണ്, വിഷമുക്തമായ വിഷലിപ്തമായ ചരിത്രമാണ്. ആ ചരിത്രം പഠിക്കുന്നവന്റെ മനസ്സിൽ മതങ്ങളെ തമ്മിൽ അകറ്റുവാനും മനുഷ്യരെ തമ്മിൽ അകറ്റാനുമുള്ള പാഠങ്ങളാണ് ചരിത്രത്തിന്റെ ഭാഗമായി പഠിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് മലബാർ പ്രദേശങ്ങളിലെ നൂറ്റാണ്ടുകൾ നീണ്ട ഇവിടത്തെ പിന്നോക്കക്കാരന്റെ സമരത്തിന് വെറും ഒരു ഖിലാഫത്ത് ലഹളയായി ചിത്രീകരിച്ച് അത് മതങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നു എന്ന് ചിത്രീകരിച്ച് അത് രാജ്യത്തിലെ ഒരു മതവിഭാഗത്തിനെതിരെയുള്ള ലഹളയായിരുന്നു എന്ന് ചിത്രീകരിച്ച് ആ മതവിഭാഗത്തിന്റെ മനസ്സിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കാൻ രാജ്യത്തിലെ രാഷ്ട്രീയക്കാർക്കും തെരുവ് പ്രാസംഗികന്മാർക്കും സാധിക്കുന്നത് ഈ ചരിത്രത്തിനെ വികലമാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ചരിത്രം പഠിക്കണം, നമ്മൾ ചരിത്രം പഠിക്കണം. എന്താണ് സത്യസന്ധമായ ചരിത്രമെന്ന് പഠിക്കണം. ആ ചരിത്രം നമുക്ക് ആത്മാഭിമാനം നൽകും, ആ ചരിത്രം നമ്മുടെ നിലനിൽപ്പിന് ഊർജം നൽകും, ആ ചരിത്രം നമുക്ക് ധൈര്യം പകരും. അതുകൊണ്ട് ഇത്തരം ചരിത്ര സമ്മേളനങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ അവിഭാജ്യമായ ഘടകങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞ് നാളെ നടക്കുന്ന ഈ ചരിത്ര സമ്മേളനങ്ങളിൽ വ്യത്യസ്തമായ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആ പ്രബന്ധങ്ങൾ കേൾക്കാൻ നമ്മൾ ഉണ്ടാവണം, നമ്മുടെ മക്കൾ ഉണ്ടാവണം, നമ്മുടെ അയൽപക്കങ്ങൾ ഉണ്ടാവണം. കാരണം ഈ ചരിത്രങ്ങൾ പഠിക്കുമ്പോഴാണ് ശരിയായ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് ബോധ്യമാവുക. അതിലേക്ക് നിങ്ങളെ മുഴുവനും ക്ഷണിച്ചുകൊണ്ടും അവസരം തന്ന സംഘാടകർക്ക് ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഇത്തരമൊരു വളരെ പ്രയാസകരമായ ഒരു ദൗത്യം ഏറ്റെടുത്ത് അത് നിർവഹിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഹിസ്റ്ററി ചരിത്ര വിഭാഗം മേധാവികൾക്കും അവരുടെ വിദ്യാർത്ഥികൾക്കും അതിന്റെ
പിന്നിൽ പ്രവർത്തിച്ചവർക്കും അതിന് അവസരമൊരുക്കിയ നമ്മുടെ ഈ സ്ഥാപനത്തിനും പ്രത്യേകിച്ച് അതിന്റെ പ്രിൻസിപ്പാൾ നിഅമത്തുള്ള ഫാറൂഖിക്കും അദ്ദേഹത്തിന്റെ കൂടെ നിന്ന എല്ലാവരും തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.